ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ. ബൽ എന്നാൽ, യുരീദുൽ ഇൻസാൻ, അറാദ യുരീദു ഉദ്ദേശിച്ചു, യുരീദു ഉദ്ദേശിക്കുന്നു, അൽ ഇൻസാൻ മനുഷ്യൻ, ലിയഫ്ജുറ ദുർവൃത്തികൾ ചെയ്യാൻ, അമാമഹു അവന്റെ വരും കാലത്ത്. അമാം മുൻഭാഗം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അമാമഹു അവന്റെ മുന്നിലുള്ള സമയം അഥവാ ഭാവി കാലത്ത്. ബൽ എന്നാൽ, യുരീദുൽ ഇൻസാൻ മനുഷ്യൻ ഉദ്ദേശിക്കുന്നു, ലിയഫ്ജുറ അമാമ അവന്റെ വരും കാലത്ത് വൃത്തികൾ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നു. ഫാജിർ നമ്മൾ നേരത്തെ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്, അധർമ്മി എന്നാണല്ലോ വാക്കിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് വിലയിരുത്താണ് ഇവിടെ. ഫജറ യഫ്ജുറു എന്നതാണ് ഈ പ്രയോഗം. ഇതേ അക്ഷരങ്ങൾ തന്നെയാണ് ഫജർ, പ്രഭാതം എന്ന വാക്കിലും നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ അതിൻ്റെ പ്രയോഗത്തിൽ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കൊച്ചു വാക്യത്തില് പരലോക നിഷേധികളുടെ യഥാർത്ഥ രോഗം എന്താണ് എന്ന് അള്ളാഹു വെളിപ്പെടുത്താണ്. പരലോകവും ഉയർത്തെഴുന്നേൽപ്പും അസംഭവ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ അതിനെ നിഷേധിക്കുന്നു എന്നതല്ല അവരുടെ നിലപാട്. അങ്ങനെയുണ്ടല്ലോ ചിന്തയുടെ ഗവേഷണത്തിൻ്റെയൊക്കെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് എത്തിച്ചേരുന്ന ഒരു തീരുമാനം. മറിച്ച് പരലോകത്തെ അംഗീകരിച്ചാൽ തങ്ങൾക്കുമേൽ ചില ധാർമ്മിക നിയമങ്ങൾ ചുമത്തപ്പെടും. ആ നിയമങ്ങൾ അനുസരിക്കൽ അസഖ്യമാണ്. അത് തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കും. പുതിയ കാലത്ത് അതല്ലേ പറയുന്നത്, ലിബറലിസം, സർവതന്ത്ര സ്വതന്ത്രതാവാദമാണത് അല്ലെ. എൻ്റെ ശരീരം, എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പൊ അത് തൻ്റെ സ്വാതന്ത്ര്യം നിഷേധിച്ചു കളയും. അതിനാൽ കടിഞ്ഞാണില്ലാതെ ഇനിയും ദുനിയാവിൽ എനിക്ക് മേഞ്ഞു നടക്കണം, കേവല ആസ്വാദനങ്ങളിൽ മുഴുകണം, എന്തു വന്നാലും ആസ്വദിച്ചിടണം എന്ന് പറയുന്ന മാനസികാവസ്ഥയിലാണ് മനുഷ്യൻ ഉള്ളത് എന്നാണ്. അതിനാൽ പരലോക ബോധത്തിൽ നിന്ന് അവരെ തടയുന്നത് ബുദ്ധിയോ ചിന്തയോ നിലപാടുകളോ അല്ല, കേവല ജഡികേച്ഛകളായ ആഗ്രഹങ്ങൾ മാത്രമാണ്. അമാമഹു, ഞാൻ ഇനിയും നന്നാവൂല എന്നാണ് പറയുന്നത് അല്ലെ. ഇതുവരെ നന്നായിട്ടില്ല, ഇനി എന്നെ നന്നാക്കാനും നോക്കണ്ട. അതിനാൽ ലിയഫ്ജുറ അമാമ, ഭാവിയിലും എനിക്ക് പരമാവധി എന്ത് അതിക്രമം കാണിച്ചും തിന്മ ചെയ്തും ആസ്വദിച്ചിടണം എന്ന മനസ്സാണ്, ആ ആർത്തിയാണ് അമാമഹു എന്ന പ്രയോഗത്തിൽ കാണാൻ സാധിക്കുക. അവൻ ഭാവിയിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ തിന്മ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്നാൽ അമാമഹു എന്നതിന് വേറിട്ടൊരു വ്യാഖ്യാനം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണത്? അമാമഹു, തൻ്റെ മുമ്പിൽ എന്നാണല്ലോ അർത്ഥം. അവിടെ തൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ എന്ന നിലയ്ക്കുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ മനസാക്ഷിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്, നഫ്സുൽ ലവ്വാമ. ആ നിലയ്ക്ക് അയാൾ തൻ്റെ മനസാക്ഷിക്ക് മുമ്പാകെ തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മനസാക്ഷിയൊക്കെ ഉണ്ട്, കുറ്റബോധമൊക്കെ മനസ്സിൽ വരാറുണ്ട്, ചെയ്യാൻ പാടില്ല എന്ന് മനസാക്ഷി വിളിച്ചു പറയുന്നുണ്ട്. എന്നാലും അതിനെ അവഗണിച്ച് തിന്മ ചെയ്യാം. അള്ളാഹു നിശ്ചയിച്ച നിരീക്ഷണ ക്യാമറയാണ് യഥാർത്ഥത്തിൽ മനസാക്ഷി. അങ്ങനെയല്ല, ക്യാമറ ഉണ്ടെന്ന് പറയുമ്പോൾ ഡ്രൈവിങ് പെട്ടെന്ന് നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യും. ആ ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, ഒക്കെ ശരിയാണോ, ലൈന് തെറ്റുന്നുണ്ടോ, കൃത്യമായിട്ട് ആലോചിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. ആ നിലയ്ക്കുള്ള ഒരു നിരീക്ഷണ ക്യാമറയാണ് നമ്മുടെ അകത്ത് മനസാക്ഷി. പക്ഷെ അത് ഉണ്ടായിരിക്കെ തന്നെ ഫൈന് കൊടുക്കണമെങ്കിൽ കൊടുത്തേക്കാം എന്ന് ധരിച്ച് അയാൾ കണ്ണടച്ച് ഡ്രൈവ് ചെയ്യുന്നു എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ കുറ്റവാളിയായി നിൽക്കണം. നിയമപാലകരെ മറയാക്കി മോഷ്ടിക്കുന്ന മോഷ്ടാക്കൾ ഉണ്ടെന്ന് പറയുന്നു. നിയമപാലകരും അവർക്ക് കൂട്ടുനിൽക്കുന്ന അവസ്ഥ. ഭരണകൂടം തന്നെ അഴിമതി നടത്തുകയാണെങ്കിൽ, വ്യവസ്ഥ തെറ്റിക്കുകയാണെങ്കിൽ നിയമപാലകർ നോക്കുകുത്തികളായി നിൽക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ വർത്തമാന കാലത്ത്. ഭരണകൂടം നിയമം തെറ്റിക്കുമ്പോൾ നിയമപാലകർ നോക്കുകുത്തികളായി മാറും. ഇതുപോലെ മനസാക്ഷിയെ നോക്കുകുത്തിയാക്കിയിട്ട് തങ്ങൾക്ക് തോന്നുന്നത് എന്തും ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്
അവർ എന്നുള്ളതാണ്. അപ്പോൾ നഫ്സുൽ ലവ്വാമയോട് ചേർത്തുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അമീൻ അഹ്സൻ ഇസ്ലാഹി അവരുടെ തദബ്ബുറെ ഖുർആനിലൊക്കെ അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നതായിട്ട് കാണും. അപ്പൊ ശരിക്കും അവിടെ എന്താ സംഭവിക്കാം? ആത്മവഞ്ചനയാണ് സംഭവിക്കുന്നത്. മനസാക്ഷിക്ക് മുമ്പാകെ തെറ്റ് ചെയ്യുന്നവൻ സ്വന്തത്തോട് തെറ്റ് ചെയ്യാണ്, അതിന്റെ ഫലം അയാൾ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ ഒട്ടകപ്പക്ഷി നയം സ്വീകരിക്കുക, മനസാക്ഷിയെ മറന്ന് സ്വന്തത്തിലേക്ക് ഉൾവലിഞ്ഞ് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പൊ അതിന് തടസ്സമാണ് ഈ പരലോക ബോധം. അതിനാൽ ഇയാൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇയാൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ അയാളുടെ ചോദ്യം? അല്ല, ആ ഖിയാമത്ത് വരുമോ? അങ്ങനെ സംഭവിക്കോ? പരിഹാസപൂർവ്വം ഈ ചോദ്യം അയാള് ആവർത്തിച്ച് ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് 6-ാമത്തെ സൂക്തം. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. യസ്അലു, സഅല യസ്അലു, ചോദിച്ചു. യസ്അലു, അവൻ ചോദിക്കുന്നു. അയ്യാൻ, എപ്പോഴാണ്? യൗമുൽ ഖിയാമ, ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളെപ്പോഴാണ് എന്ന് ചോദിക്കാൻ. എന്നാണ് ഈ പുനരുത്ഥാനം നടക്കുക? അതൊന്നു പറയും. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, അവൻ ചോദിക്കുന്നുവല്ലോ എന്നാണ് ഈ പുനരുത്ഥാനം നടക്കുക. ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എന്ന് കാണാൻ സാധിക്കും. അയ്യാന നേരത്തെ വന്നിട്ടുണ്ട്. എന്തൊക്കെ ചേർന്നതാണ്? അയ്യ് പ്ലസ് ആൻ, ഈ 2 പദങ്ങളാണ് ചേരുന്നത്. അയ്യാന, അയ്യ് ഏത് എന്നാണ് അർത്ഥം. ആൻ എന്നത് സമയവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ നേരത്തെ അലം യഅ്നില്ലദീന ആമനു എന്നൊക്കെ പഠിച്ചത് ഓർക്കുന്നില്ലേ? ആ ശൈലിയിലാണത്. ആൻ എന്നത് സമയമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയ്യും ആനയും ചേരുമ്പോൾ അയ്യാൻ എന്നാകുന്നു. ആശയം എപ്പോൾ എന്നുള്ളതാണ്. മത്ത, എപ്പോഴാണ് സംഭവിക്കുക എന്ന ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്. അയ്യാൻ എന്ന പ്രയോഗം ഖുർആനില് 6 തവണയാണ് ആകെ വന്നത്. 6ഉം ഖിയാമത്തുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളാണ്. അയ്യാന മുർസാഹ, അയ്യാന യുബഅസൂൻ, അയ്യാന യൗമുദ്ദീൻ, എല്ലാം പരലോകമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശം തന്നെയാണ്. എവിടെയാണ് ഈ അയ്യാന പ്രയോഗിക്കാം? മത്ത എന്നതിന് പകരം അയ്യാന പ്രയോഗിക്കുകയാണ്. എന്താ കാരണം? അതൊരു പ്രത്യേക ശൈലിയാണത്. അസംഭവ്യം, അവിശ്വസനീയം, അനിഷ്ടകരം ആയിട്ടൊക്കെ കരുതപ്പെടുന്ന ഒരു കാര്യത്തിൻ്റെ വരവ്, അതിൻ്റെ സംഭവ്യത, അതിനെക്കുറിച്ച് ചോദിക്കുന്ന ഒരു ശൈലിയാണത്. ഒരിക്കലും നടക്കൂല എന്നറിയാം, അല്ല എപ്പോഴാ എന്ന് ചോദിക്കൂലേ? നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പുച്ഛവും പരിഹാസവും കലർന്ന ഒരു ചോദ്യ ശൈലിയാണ് അയ്യാന എന്നുള്ളത്. അല്ല സാറേ, കുറെ നാളായല്ലോ പറയാൻ തുടങ്ങിയിട്ട്, ഈ അന്ത്യനാൾ എപ്പോഴാണ്? അത് എവിടം വരെ എത്തി വന്നിട്ട്? വെറുതെ ആളെ പേടിപ്പിക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒന്ന് കൊച്ചാക്കി മാറ്റുന്നൊരു ശൈലിയാണ് അയ്യാന എന്ന പ്രയോഗം. അത് വളരെ ബോധപൂർവമാണ് അവർ പ്രയോഗിക്കുക. നമ്മൾ പലയിടങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവതരമായ ഒരു വിഷയം സദസ്സുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോൾ നിഷേധികളുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാവും. ഈ ആളുകളൊക്കെ ഈ വിശ്വാസം സ്വീകരിച്ച് കളയുമോ എന്ന് പേടിയുണ്ടാവുമല്ലോ. ആ സമയത്ത് മുഹമ്മദ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇതിനുത്തരം പറഞ്ഞിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയും. എന്നിട്ട് പൊടുന്നനെ ചോദ്യമാണ്, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ. സൂറത്ത് നാസിയാത്തില് വരാൻ പോകുന്നുണ്ട്. എപ്പോഴാണത് സംഭവിക്കുക? ഈ ചോദ്യം അവര് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നതാണ്. എന്തിനാ ചോദിക്കുന്നത്? എന്നിട്ടൊന്ന് നന്നാവേണ്ടിയിരുന്നു എന്ന ഉദ്ദേശത്തിലാണോ? അങ്ങനെയല്ല, മറിച്ച് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. വെറുതെ ആളെ പേടിപ്പിക്കുകയാണ്. ഈ അത്യന്താധുനിക യുഗത്തില് ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പറ്റിക്കാൻ നോക്കണോ എന്നുള്ളതാണ്. പക്ഷെ പുതിയ കാലത്ത് നമ്മുടെ ഇതിഹാസ തുല്യനായ ശാസ്ത്രകാരൻ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞല്ലോ, ഇനി ലോകാവസാനത്തിന് 5 നിമിഷം മാത്രമേ ബാക്കിയുള്ളൂ. ലോകത്ത് അതിഗുരുതരമായ 5 സംഭവങ്ങൾ, വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന
5 കാര്യങ്ങൾ നടക്കുന്നതോടെ ലോകാവസാനം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സമയ നിർണയ രീതിയായിരുന്നു അത്. ലോകം 11-ാം മണിക്കൂറിൽ എത്തി നിൽക്കുകയാണ്, 11-ാം സൂചിയിൽ. ഇനി 12ലേക്ക് 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന നിലയ്ക്ക് ശാസ്ത്രലോകം തന്നെ ലോകം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പലപ്പോഴും പ്രസ്താവിച്ചതായിട്ട് കാണാൻ സാധിക്കും. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് നടക്കുന്ന കാര്യമാണോ എന്ന് മനുഷ്യൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല 7 മുതൽ 10 വരെ സൂക്തങ്ങളിൽ ഈ ചോദ്യത്തിന് മറുപടി പറയാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല എപ്പോഴാണ് എന്നൊരു ചോദ്യമാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ പരിഹസിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ആ അവസരം ഉപയോഗപ്പെടുത്തി കൃത്യമായ ഉത്തരം നൽകുക എന്നതാണ് അല്ലാഹു തആല സ്വീകരിക്കുന്ന ഒരു രീതി. നമുക്ക് അത്രയ്ക്ക് ക്ഷമ ഉണ്ടാവില്ല അല്ലേ? നീയൊന്നും പഠിക്കണ്ട, നീ അത് അറിയണ്ട, അത് നടക്കുമ്പോൾ കണ്ടോളും എന്നൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ മറുപടി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മറുപടികൾ പറയാണ്. അള്ളാഹു വളരെ ഗൗരവത്തില് ഖിയാമത്തിന്റെ ഭയാനക ദൃശ്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഉത്തരം നൽകുകയാണ് 7 മുതൽ 10 വരെ സൂക്തങ്ങളില്.